സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സോമസാഗരത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചിരിക്കുന്നു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്ന് ഉച്ചയോടെയാണ് സോമസാഗരത്തിന്റെ പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായത്. അതിനുശേഷം ഉച്ചയ്ക്ക് 3:30 നെയ്യാറ്റിൻകര രാമേശ്വരത്തുള്ള വീട്ടിൽ സോമസാഗരത്തിന്റെ മൃതദേഹം എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഏപ്രിൽ 19-നാണ് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അതിനെ തുടർന്ന് ഏതാണ്ട് 12 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ അത്യാസന്ന നിലയിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ മാരായമുട്ടം പോലീസും മജിസ്ട്രേറ്റും അന്ത്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയിലാണ് അദ്ദേഹം ബാങ്കിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. 5 ലക്ഷം രൂപ നിക്ഷേപിച്ച ആ പണം തിരികെ ലഭിക്കാത്തതിൽ മനംനൊന്താണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നാണ് അദ്ദേഹം അന്ത്യമൊഴി നൽകിയിരുന്നത്. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. എന്തായാലും മൃതദേഹം നേരത്തെ ഈ ബാങ്കിന് മുന്നിൽ വെച്ച് പ്രതിഷേധിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ പിന്നീട് അത് ബന്ധുക്കൾ ഇടപെട്ട് മാറ്റുകയായിരുന്നു. എന്തായാലും മൃതദേഹം നേരിട്ട് മെഡിക്കൽ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.